ഹായ് ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് ആശ്രയ ട്രസ്റ്റുമായി ചേർന്ന് ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അതും ഫ്രീ ആയിട്ട്. അത് 1, 2, 3 പേർക്കല്ല, 150 പേർക്കാണ് നമ്മളിന്ന് ഡയാലിസിസ് കിറ്റുകൾ ഫ്രീ ആയിട്ട് വിതരണം ചെയ്യാൻ പോകുന്നത്. ഡയാലിസിസ് കിറ്റുകൾ മാത്രമല്ല, അതിൻ്റെ കൂടെ നമ്മൾ അവർക്കൊരു സാമ്പത്തിക സഹായം കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം എന്തെല്ലാമാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്തുള്ളത് എന്ന് നിങ്ങൾ വീഡിയോ തന്നെ കാണുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മച്ചാന്മാരെ, നമ്മളിപ്പോൾ ആശ്രയയിലെത്തി. പക്ഷെ അവിടുത്തെ കാഴ്ചകൾ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതായിരുന്നു. സൗജന്യമായി ഡയാലിസിസ് കിറ്റുകൾ ലഭിക്കുന്നതിന് ചില പ്രൂഫുകൾ ആവശ്യമായിരുന്നു. ആധാർ കാർഡ്, ഡോക്ടർ സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ് എന്നിവയായിരുന്നു ആവശ്യമായ പ്രൂഫുകൾ. ആശ്രയയുടെ സെക്രട്ടറി ഫാദർ ജോൺ ആയിപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ബി ബിന്ദുവും ആശ്രയയുടെ ട്രഷറർ ഫാദർ എൽദോ ജോണും പങ്കെടുത്തു. എല്ലാ മാസങ്ങളിലും 400 മുതൽ 500-ലധികം ആളുകൾ എത്തുന്നതിൽ നിന്ന് 150 പേർക്ക് മാത്രമാണ് കിറ്റുകൾ വിതരണം ചെയ്യാൻ സാധിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയും നമ്മളും ചേർന്നാണ് ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തത്. കിറ്റുകൾ മാത്രമല്ല, ധനസഹായവും നൽകി. നിങ്ങളുടെ സഹായം കൂടെ ഉണ്ടെങ്കിൽ അർഹരായ എല്ലാവർക്കും കിറ്റ് നൽകാൻ നമുക്ക് സാധിക്കും. ആശ്രയയുടെ ജീവനക്കാരിയായ മിനിച്ചേച്ചി ആശ്രയയുടെ സേവനങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതലായി പറഞ്ഞു തന്നു. രണ്ടാമത്തെ നിലയാണിത്. ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള വാർഡാണ്. ഇവിടെ റേഡിയേഷന് വേണ്ടിയിട്ട് വരുന്ന രോഗികളും ഹീമോ എടുക്കാൻ വരുന്ന രോഗികളുമാണ് താമസിക്കുന്നത്. അവരുടെ റേഡിയേഷൻ അല്ലെങ്കിൽ ഹീമോ തീരുന്നോടം വരെ ഇവിടെ താമസിച്ചുകൊണ്ട് അവർക്ക് വീട്ടിൽ പോകാം. അവർക്ക് വേണ്ട ഭക്ഷണവും വസ്ത്രവും അത്യാവശ്യമായി ഇടാനുള്ള വസ്ത്രങ്ങളും ഒക്കെ ഇവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്നതാണ്. മൂന്നാമത്തെ നില ഓഫീസും ചാപ്പലും. 4ാം നിലയിലാണ് ബൈപ്പാസ് സർജറി കഴിഞ്ഞ രോഗികളെ നമ്മൾ താമസിപ്പിക്കുന്നത്. അവർക്ക് ബാത്റൂം അറ്റാച്ച്ഡായിട്ട് റൂമും അവർക്ക് വേണ്ട സൗകര്യങ്ങളും ചൂടുവെള്ളവും എല്ലാം അവിടെ കിട്ടുന്നതാണ്. പിന്നെ 5ാം നിലയെന്ന് പറയുന്നത് ബൈപ്പാസ് സർജറിക്ക് മുൻപ് താമസിക്കുന്ന രോഗികളും കിഡ്നി പേഷ്യൻറ്റും പിന്നെ അത്യാവശ്യം ആക്സിഡൻ്റൊക്കെ ആയിട്ട് വരുന്ന രോഗികളെയും നമ്മൾ അവിടെ കിടത്തുന്നതാണ്. ഇവരുടെ ചികിത്സയ്ക്ക് മുൻപ് വേണ്ട ബൈപ്പാസ് സർജറിക്ക് മുൻപ് അവർക്ക് ചികിത്സ സംബന്ധമായിട്ട് കുറേ നാൾ ഇവിടെ താമസിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് അവരെ 4ാം നിലയിലേക്ക് മാറ്റുന്നതായിരിക്കും. അന്നേരം സിംഗിൾ റൂമും കൊടുക്കുന്നതായിരിക്കും. ഇത് നമ്മുടെ ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ക്യാൻസർ വാർഡാണ്. ഈ വാർഡിൽ ഹീമോയും റേഡിയേഷനും ചെയ്യുന്ന രോഗികൾ, ഇപ്പോൾ അവർക്ക് ഒരു 28 റേഡിയേഷൻ 30 റേഡിയേഷൻ എന്നൊക്കെ പറയും. ആ റേഡിയേഷൻ തീരുന്നോടം വരെ ഇവിടെ താമസിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി റേഡിയേഷൻ ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്. അവർക്ക് ഉച്ചയ്ക്കത്തെ ഭക്ഷണവും വൈകിട്ടത്തെ ഭക്ഷണവും നമ്മളിവിടെ നിന്ന് കൊടുക്കുന്നതാണ്. എല്ലാം തീർത്തും സൗജന്യമാണ്. പിന്നെ അത്യാവശ്യം മാറി കൊടുക്കാൻ ഡ്രസ്സില്ലാത്തവർക്ക് ഡ്രസ്സും നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ക്യാൻസർ വാർഡ്. ഇതിൽ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ളവരെ, നമുക്ക് മറ്റുള്ളവർക്ക് അസ്വസ്ഥതയൊക്കെ തോന്നുന്നവരെ നമ്മൾ അവർക്ക് പ്രത്യേക റൂം കൊടുത്തിട്ടുണ്ട്. തൊട്ടപ്പുറേ അവർക്ക് റൂമുണ്ട്. അവരെ റൂമിലേക്കും കിടത്തുന്നതാണ്. ഇത് 4th ഫ്ലോറാണ്. ഇവിടെയാണ് ബൈപ്പാസ് സർജറി കഴിഞ്ഞ രോഗിയും അതിൻ്റെ കൂട്ടത്തിൽ ഒരാളെയും നമ്മളിവിടെ താമസിപ്പിക്കും. ഇവർക്ക് ചൂടുവെള്ളം എല്ലാം ഇവിടെ തന്നെ കുളിക്കുന്നതിനുള്ള വെള്ളം എല്ലാം കിട്ടും. ഭക്ഷണം നമ്മൾ കൊടുക്കുന്നുണ്ട്, 2 നേരത്തെ ഭക്ഷണം. പിന്നെ ഇവിടെ പ്രത്യേകം അവർക്ക് ഊണുമുറിയുണ്ട്. മറ്റ് രോഗികളൊന്നും ഇവിടെ വരാതെ ഇവർക്ക് മാത്രമായിട്ടാണ് ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡാണ്. എല്ലാ സൗകര്യങ്ങളും തീർത്തും സൗജന്യമായി കൊടുക്കുന്നു. ഹോസ്പിറ്റലിൽ സ്റ്റിച്ച് എടുക്കുന്നോടം വരെ ഇവിടെ താമസിക്കാം. നമസ്കാരം. ഞാൻ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹാർട്ടിൻ്റെ ബൈപ്പാസ് സർജറിക്ക് വേണ്ടി വന്ന
പേഷ്യൻ്റാണ്. ആശ്രയയുടെ സഹായം കിട്ടിയ രോഗികൾ അവരുടെ അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവച്ചു. അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ സാധിച്ചത് ഇവിടെ ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന റൂം ഇവിടെ കിട്ടും. ഫ്രീ ആയിട്ട് സേവനമായിട്ട് അവർ റൂം കൊടുക്കുന്നുണ്ട്. ഭക്ഷണവും ഫ്രീ ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾക്ക് രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം, താമസിക്കാൻ സൗകര്യമായിട്ടുള്ള എല്ലാവിധ റൂം സൗകര്യങ്ങളും, ഒറ്റ റൂമുകളിൽ ടോയ്ലറ്റ് സൗകര്യങ്ങൾ എന്ന് വേണ്ട തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ട്രസ്റ്റ് ഞങ്ങളെ തന്ന് സഹായിക്കുന്നുണ്ട്. ഈ ട്രസ്റ്റിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, ഇതിൻ്റെ മറ്റ് ജോലിക്കാർ, അവരെല്ലാം ഞങ്ങളോട് ഇടപെടുന്നത് വളരെ നല്ല രീതിയിലുള്ള ഇടപെടലാണ്. അവർക്കെല്ലാം ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരികയും സഹകരിക്കുകയും ഞങ്ങളെ അന്വേഷിക്കുകയും ആശുപത്രിയിൽ വണ്ടി ഓട്ടോ വിളിച്ച് വിടുകയോ കൊണ്ടാകുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട സഹായങ്ങളുണ്ടെങ്കിൽ അവരെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ചെയ്തു തന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന അവരോട് ഹൃദയം നിറഞ്ഞ വളരെ നന്ദി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഒത്തിരി സംസാരിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ നിർത്തി. ഇത് ആശ്രയയുടെ 5th ഫ്ലോറാണ്. ഇവിടെ ബൈപ്പാസ് സർജറിക്ക് മുൻപ് ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി താമസിക്കുന്നവരാണ്. ദൂരെ നിന്നും വരുന്ന ആളുകൾ, കായംകുളം, ഇടുക്കി, അങ്ങനെ പല സ്ഥലത്തു നിന്നും വരുന്ന ആളുകളാണ്. അവർ ചികിത്സയ്ക്ക് മുമ്പായിട്ട് വേണ്ട സർജറിക്ക് മുൻപ് ഒത്തിരി ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അവരിവിടെ താമസിക്കുന്നത്. അതിനുശേഷം ടെസ്റ്റൊക്കെ കഴിഞ്ഞ് സർജറി ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് ഡിസ്ചാർജ് ആകുമ്പോൾ അവർക്ക് താഴത്തെ നിലയിൽ സിംഗിൾ റൂം കൊടുക്കുന്നതായിരിക്കും. ഇവിടെ ഈ നിലയിൽ 5 വാർഡുണ്ട്. ഇതിപ്പോൾ വാർഡാണ്. സർജറിക്ക് മുൻപുള്ള രോഗികളെ ഈ വാർഡിൽ കിടത്തും. ഇത് ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള വാർഡാണ്. ആഴ്ചയിൽ 2ഉം 3ഉം ഡയാലിസിസ് ചെയ്യേണ്ട രോഗികൾ, ദൂരെയുള്ളവരൊക്കെ ഇവിടെ വന്ന് കിടന്നിട്ട് പിറ്റേ ദിവസം ഡയാലിസിസ് ചെയ്യാൻ പോവുകയും ഡയാലിസിസിന് ശേഷം തിരിച്ചു വന്ന് ഇവിടെ താമസിക്കുന്നതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നു. എന്നിട്ട് ഓപ്പറേഷനിലായിരുന്നു. ഞായറാഴ്ച വൈകിട്ടാണ് ഡിസ്ചാർജ് ചെയ്തത്. അപ്പോൾ ഞാൻ 2 പെൺകുട്ടികളെ കൊണ്ട് വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഇവിടെ ആശ്രയ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി അറിഞ്ഞ് അവിടെ വന്നപ്പോൾ അവർ ഞങ്ങളുടെ സ്വന്തം വീട് പോലെയാണ് അവർ ഞങ്ങളുടെ പെരുമാറിയത്. ഞങ്ങൾക്ക് ഭക്ഷണം, താമസിക്കാൻ വീടും എല്ലാ സൗകര്യങ്ങളും. അപ്പോൾ ഇതുപോലെ ഒരു സ്ഥാപനം ഉള്ളിടത്ത് എല്ലാ പാവപ്പെട്ട ജനങ്ങളെയും സഹായിക്കുന്ന സ്ഥാപനമാണ്. അതിന് ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞു പറയുന്നു, അങ്ങനെ സ്ഥാപനം സ്ഥാപിച്ച് ഞങ്ങളെ സഹകരിച്ചത്. ഇവിടുത്തെ ജോലിക്കാരും അന്തേവാസികളൊക്കെ ഞങ്ങളോട് ഭയങ്കര സഹകരമായിരുന്നു. അതിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കിറ്റുകൾ സ്വീകരിക്കാൻ വന്നവർക്ക് മാത്രമല്ല, എത്തിയ എല്ലാവർക്കും ഭക്ഷണവും വിതരണം ചെയ്തു. ഇവിടം കൊണ്ടും തീരുന്നില്ല. മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി ബ്ലോക്കിലെ എല്ലാവർക്കും സൗജന്യമായി ഉച്ചഭക്ഷണം നൽകി.
ഇതുപോലുള്ള ചെറിയ സഹായങ്ങൾ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്കും സാധിക്കും.